നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സന്മനസ്സുള്ളവർക്ക് സമാധാനം. സർവജനത്തിനുമുള്ളൊരു മഹാസന്തോഷം ഈ ലോകത്ത് വിളിച്ചറിയിക്കുന്ന ഒന്നാണ് ക്രിസ്തുവിന്റെ ജനനം. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരും മറ്റുള്ള എല്ലാവരും ക്രിസ്തുവിന്റെ ജനനത്തെ വരവേൽക്കുവാൻ ഒരുങ്ങുകയാണ്. നമുക്കറിയാം, ക്രിസ്തുവും കൃഷ്ണനും മുഹമ്മദ് നബിയും ഒക്കെ പറഞ്ഞു വെച്ചത് ലോകത്ത് സമാധാനം സിദ്ധിക്കുക എന്നുള്ളതാണ്. അവരുടെ പാത പിന്തുടർന്നു വന്ന ഓരോ മഹാരഥന്മാരും ഈ ലോകത്ത് സമർപ്പിച്ചതും അവരുടെ ജീവിതം ഈ ലോകത്തെ ശ്രേഷ്ഠമാക്കി മാറ്റുക എന്നുള്ളതിലൂടെ മക്കൾക്ക്, തലമുറകൾക്ക്, മാതാപിതാക്കന്മാർക്ക് നല്ല ദൂത് നൽകുക എന്നുള്ളതാണ്. ആ ദൂത് ഇന്നിന്റെ സമാധാനമാണ്. ക്രിസ്തുവിന്റെ ജനനം, ക്രിസ്തുവിന്റെ ജീവിതം, ക്രിസ്തുവിന്റെ സുവിശേഷം ലക്ഷ്യമിടുന്നതും അതിന് കാതലായ സംഗതികൾ വരുന്നതും എന്ന് പറയുന്നത് ലോകമാകമാനം സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് യുദ്ധങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ജനനം ഇന്ന് പ്രസിദ്ധമായി മാറുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. യേശു തമ്പുരാൻ ജനിച്ചു വീണത് സാധാരണ ഇടമായ, അല്ലെങ്കിൽ ആർക്കും സങ്കല്പിക്കുവാൻ പോലും പറ്റാത്ത ഒരു സ്ഥലത്താണ്, ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യനായി ലോകത്ത് ജനിച്ച് ജീവിച്ച് മരിക്കുകയാണ്. പാപികൾക്ക് വേണ്ടി ഈ ലോകത്ത് ക്രൂശിൽ തറയ്ക്കപ്പെട്ട ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശു തമ്പുരാൻ ചെയ്തത് നന്മയുടെ ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. ക്രിസ്തു ജനിച്ചത് പുൽക്കൂട്ടിലാണെങ്കിൽ ഇന്നിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഹൃദയം പുൽക്കൂടുകളാക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പനെയും അമ്മയെയും മറക്കുന്ന തലമുറകൾ, മക്കൾക്ക് വേണ്ട രീതിയിൽ നന്മകളെ പകർന്നു കൊടുക്കുവാൻ പോലും പറ്റാത്ത രീതിയിൽ തളർന്നു പോകുന്ന മാതാപിതാക്കന്മാർ, സഹോദര സ്നേഹങ്ങൾ ഇല്ലാതെ പോകുന്നവർ, അയൽവക്കക്കാരെ ഒന്ന് കാണുവാനോ സ്നേഹിക്കുവാനോ പറ്റാത്ത രീതിയിൽ സൗധങ്ങൾ പണിതുയർത്തുമ്പോഴും അതിനോട് ചേർന്നുള്ള കെട്ടിടങ്ങളുമൊക്കെ, അതിനോട് ചേർന്നുള്ള മതിലുകളുമൊക്കെ ഇന്ന് വീടിനേക്കാൾ പൊക്കം കൂടി മറ്റുള്ളവരെ കാണാൻ പറ്റാത്ത രീതിയിൽ, സൗഹൃദങ്ങൾ പങ്കുവെക്കാൻ പറ്റാത്ത രീതിയിൽ വളർന്നു പന്തലിക്കുന്ന സമൂഹങ്ങൾ ഇന്നത്തെ കാലത്ത് നിലനിൽക്കുകയാണ്. എന്നാൽ ക്രിസ്തു എന്ന ലോകരക്ഷിതാവ് വ്യത്യസ്തനാകുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെയായി തീരണം എന്നുള്ളതിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിലേക്കാണ്. പ്രിയമുള്ളവരെ, ലോകമെങ്ങും സമാധാനം ആശംസിച്ചുകൊണ്ട് ക്രിസ്തു എന്ന രക്ഷിതാവ് ഈ ലോകത്തിൽ ജാതം ചെയ്തു എന്നുള്ള വലിയ അറിയിപ്പ് നൽകുന്ന മാലാഖയുടെ ദൂത് പോലെ മറ്റുള്ളവരിലേക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക്, ആരോരുമില്ലാത്തവരിലേക്ക് ഒരു സമാധാന ദൂതുമായി കടന്നു ചെല്ലുന്നതാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ അറ്റത്തോളം എവിടെയൊക്കെ ചെന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, സേവിക്കുവാൻ, നമുക്കൊരു വാക്ക് പറഞ്ഞാൽ അവരെ സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് ക്രിസ്തുമസ് എന്ന് പറയുന്ന ഏറ്റവും സന്തോഷകരമായ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകത്ത് സൗകര്യങ്ങളൊക്കെ കൂടുന്തോറും, സന്തോഷങ്ങളൊക്കെ കൂടുന്തോറും മനുഷ്യനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത്. എന്നാൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: നിങ്ങൾക്ക് സമാധാനം എന്നുള്ളത്. ആ സമാധാനം, ആ സന്തോഷം മനുഷ്യരിലേക്ക് ഒരു ക്രിസ്തുമസിന്റെ കാലം കൂടി കഴിഞ്ഞു പോകുമ്പോൾ ആഗതമാകുന്നില്ല എങ്കിൽ എത്ര ക്രിസ്തുമസുകൾ വന്നാലും, എത്ര ഓണങ്ങൾ വന്നാലും, എത്ര ഈസ്റ്ററുകൾ വന്നാലും മനുഷ്യരെന്തും തിന്മയുടെ ലോകത്ത് തന്നെ ആണ്ടിരിക്കും. എന്നാൽ ലോകരക്ഷിതാവായ ക്രിസ്തുവും അതിനോട് ചേർന്ന് അതേപോലെ കണക്കിടുന്ന കൃഷ്ണനും നബിയും ഒക്കെ പറഞ്ഞു വെക്കുന്നത് ഈ ലോകത്ത് സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. ആ സമാധാനം ലോകത്തിന്റെ അറ്റത്തോളം പറയുവാൻ, നമ്മോട് ചേർന്ന് നിൽക്കുന്ന, നമ്മോട് സംവദിക്കുന്ന അവരുടെ വികാരങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി അവരെ ഒന്ന് ചേർത്ത് നിർത്തുവാനുള്ള നന്മ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. ഒരു പാട്ടിന്റെ 2 വരികൾ കൂടി പാടി ഞാൻ അവസാനിപ്പിക്കാം. ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ആ പാട്ടിങ്ങനെയാണ്: കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കാതെ
താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ. ഏവർക്കും നന്മയുടെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.